ഹലോ, പ്ലീസ് ലിസൺ. ഒരു സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിക്കട്ടെ. ഞാൻ വിവാഹിതയാവാൻ പോകുന്നു. എക്സ്ക്യൂസ് മീ, എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളെ ഞാൻ തന്നെ പരിചയപ്പെടുത്താം. മിസ്റ്റർ രവി. മോളെ, ഇതെന്റെ അമ്മയാണ്. നമസ്കാരം. അമ്മേ, ഈ വിവാഹമാണ് എനിക്കിഷ്ടം. ഞങ്ങളെ അനുഗ്രഹിക്കണം. നിന്റെ സന്തോഷമാണ് മോളെ എന്റെയും സന്തോഷം. പക്ഷേ നിനക്കിത് എന്നോട് നേരത്തെ പറയാമായിരുന്നില്ലേ? അമ്മ എന്നോട് ക്ഷമിക്കണം. ഹലോ മിസ്റ്റർ ശേഖർ, മീറ്റ് മിസ്റ്റർ രവി, മൈ ഫിയാൻസെ, എന്റെ ഭാവി വരൻ. ഹലോ. ഹലോ മിസ്റ്റർ ഗോപി, സുഖം തന്നെയല്ലേ? പിന്നല്ലേ, പരമസുഖമാണ് അല്ലേ ഗോപി? ഞാൻ ഗോപിയല്ല, മൈ നെയിം ഈസ് രവി. രവി, നല്ല പേര്, കൊള്ളാം. ഞാൻ ഗോപി എന്ന് ധരിച്ചു. ഇറ്റ്സ് ഓൾ റൈറ്റ്, നോ മൈൻഡ്. അമ്മായി, ഈ വിവാഹം നടക്കാൻ പാടില്ല. ഇവൻ രവിയല്ല, ഗോപിയാണ്. കൊലപാതകയായ ഗോപി, പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ ഗോപി. ഈശ്വര, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. നിങ്ങൾ എന്ത് വിട്ടിസമാണ് ഈ പറയുന്നത്? രവി എന്റെ പ്രൊഫസറുടെ മകനാണ്. കഴിഞ്ഞ 2 വർഷമായി ഞങ്ങൾ പരിചയത്തിലാണ്. ഗോപിയാണത്രേ. നോൺസെൻസ്. എക്സ്ക്യൂസ് മീ, ബൈ ദ വേ, മിസ്റ്റർ ശേഖർ ഇങ്ങനെ തോന്നാനുള്ള കാരണം എന്താണ്? നിങ്ങൾ പറയുന്ന ഗോപിക്ക് എന്റെ ഛായയുണ്ടോ? ഗോപി, എന്റെ മുമ്പിലാണോ നീ ഇങ്ങനെ അഭിനയിക്കുന്നത്? ഈ ശേഖരനെ നീ ഇനിയും ശരിയായി മനസ്സിലാക്കിയിട്ടില്ല. രവിയായി വന്ന ഗോപി, നിന്നെ ഞാൻ ഗോപിയായി തന്നെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കും. ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ. പ്ലീസ്. ഏതായാലും ഇത് ശരീരത്തിനത്ര നല്ലതല്ല. രവി, ആ ശേഖറും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ്? അയാൾ ഞങ്ങളുടെ എസ്റ്റേറ്റ് മാനേജരാണ്. എന്നെ വിവാഹം കഴിക്കണമെന്നാണ് അയാളുടെ മോഹം. എന്തും ചെയ്യാൻ മടിക്കാത്തവനാ. രവിക്ക് അയാളെ ഇത്ര ഭയമാണോ? എന്നാൽ ഈ കുഴപ്പത്തിൽ നിൽക്കേണ്ട കാര്യമില്ലായിരുന്നു. ഏത് കുഴപ്പത്തിന്? നമ്മൾ തമ്മിലുള്ള വിവാഹത്തിന്. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്, പറഞ്ഞേക്കാം. ഹേയ് രവി, അമ്മ എന്നെ അന്വേഷിക്കും. ഓക്കെ, all right. See you. Bye.
ഇപ്പോഴെന്ത് പറയുന്നതാ ഗോപി? നീ രവിയോ ഗോപിയോ? ഞാൻ രവിയെ വിവാഹം ചെയ്യുന്നോണ്ടാണെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. പക്ഷെ ഞാൻ ഗോപിയല്ല, രവിയാണ്. കള്ളറാസ്കൽ. നീ രവിയാണെന്ന് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കണം. എടാ, എന്നെ എതിർക്കാനും എന്നോട് പകരം ചോദിക്കാനുമല്ലേ നീ വന്നിരിക്കുന്നത്? അതിനു വേണ്ടിയല്ലേ രവിയെ കൂടി തട്ടിയെടുക്കാൻ നീ ശ്രമിക്കുന്നത്? നിന്റെ അവസാനമാണെന്ന്. നീ ഇനി ജീവനോടെ തിരിച്ചു പോകുകയില്ല. അമ്മേ അമ്മേ അമ്മേ, ഗോപിമാമൻ. ഗോപിമാമനോ? എവിടെയാ മോനെ? ഗോപിമാമനെ 5-6 ആൾക്കാർ കൂടി അടിക്കുന്നു. അയ്യോ, എവിടെയാ മോനെ? ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ ഡ്രൈവർ. അയ്യോ പാവം സ്ത്രീ, ഇതിന്റെ കൂടെ ആരില്ലല്ലോ. ആരില്ലെന്ന് നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ അടുത്തുള്ള ആശുപത്രിയില്ലേ, അങ്ങോട്ട് കൊണ്ടുവാ. എന്റെ അമ്മ എവിടെ കൊണ്ടുപോകുന്നു? എനിക്ക് എന്റെ അമ്മ അടുത്ത് പോകണം. മോനെ, നമുക്ക് അമ്മയെ അടുത്ത് പോവാം. മോനെ, ഈ മാമൻ കൊണ്ടുപോകാം. പസി 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 പസി. എന്താ പഴം വേണോ? ഒരു പഴത്തിന് 35 പൈസയാ. പറഞ്ഞില്ലെന്ന് വേണ്ട. എത്ര വേണം? ശരി, എടുത്തോ. പതുക്കെ പതുക്കെ പതുക്കെ. ആ, കൊല മുഴുവൻ തിന്ന് തീർത്തല്ലോ. 21 രൂപയാ കേട്ടോ. കാശ് എവിടെ? ആ, കാശ് എവിടെ? ഓ, അത് ശരി, പലഹാരങ്ങളോട് വാങ്ങിയിട്ട് തരാമെന്നല്ലേ. ആയിക്കോട്ടെ. എന്താ വട വേണോ? ആ, ഇത് 10, ഇത് 15, ഇത് 20. കാശുണ്ടോ കയ്യില്? എന്നാ എടുത്തോ. പാണ്ടുണ്ടോ? ആ, 12.75 വെച്ചെടുക്ക്. കാശ് താടൂ. കാശല്ല, കാതൻ. മര്യാദക്ക് കാശ് തരൂ. എന്റെ പഴത്തിന്റെ കാശ് എവിടെ? 21 രൂപ എവിടെ? കാതൻ, നീ ഞങ്ങളെ പറ്റിക്കണോ? ഞങ്ങളുടെ പഴവും പലഹാരവും ഒക്കെ വാങ്ങി തിന്നിട്ട് ഇപ്പൊ കാശിലെന്നാ പറയുന്നത്. അടി കൊണ്ടത് പോലെ എന്റെ പടയും പോയി. ഗോപി, പോലീസ് നിന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കയ്യിൽ ഇനിയും നീ ജീവനോടെ അകപ്പെടുന്നത് എനിക്കാപത്താണ്. നിന്നെ ഞാൻ കൊണ്ടുപോ. കാട്ടു മൃഗങ്ങൾ ഇവനെ പിച്ച് ചീന്തട്ടെ. ഇവന്റെ അസ്ഥികഷ്ണങ്ങൾ പോലും അവശേഷിക്കാൻ പാടില്ല. പോ.
വാ പോകാം നടക്ക്